പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്കാണ് ഓരോന്നായി പോയിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ട് നമ്മൾ സെൽവാളിനെ കുറിച്ച് കണ്ടു. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് സെൽവാൾ എന്ന് പറയുന്നത്. റിജിഡായിട്ടുള്ള സ്ട്രക്ചറാണ്, നോൺ ലിവിങ് ആണ്, ജീവനില്ലാത്ത ഭാഗമാണ്. ഫസ്റ്റ് ഫോംഡ് സെൽവാളിനെ പ്രൈമറി വാൾ എന്ന് പറയും. പിന്നീട് സെക്കൻഡറി വാൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഫോം ചെയ്യും, ഡെവലപ്പ് ചെയ്യും. തൊട്ടടുത്ത രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സെൽവാളിൻ്റെ ഭാഗമാണ് മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത്. ഇത് കാൽഷ്യം പെക്റ്റേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെൽവാൾ പ്രധാനമായിട്ടും സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, പ്രോട്ടീൻ ഇവ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം ആൽഗകളുടെ സെൽവാളിൽ സെല്ലുലോസിന് പുറമെ ഗാലക്ടാൻസ്, മന്നാൻസ് പോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് കാണാം. സെൽവാളിൻ്റെ പ്രാധാന്യം എന്താണ്? സെൽവാള് സെല്ലിനൊരു പ്രൊട്ടക്ഷൻ നൽകും, മെക്കാനിക്കൽ ഡാമേജിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തും, ഇൻഫെക്ഷനിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു. അതുപോലെ സെൽ ടു സെൽ ഇൻട്രാക്ഷന് സഹായിക്കുന്നു. സെല്ലിനൊരു പ്രത്യേക ഷേപ്പ് നൽകുന്നു. ഇനി സെൽവാളിനെയും പ്ലാസ്മ മെംബ്രെയിനെയൊക്കെ ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത സെല്ലുകളുടെ സൈറ്റോപ്ലാസം കണക്റ്റഡ് ആണ്. ഇത്തരത്തിലുള്ള സൈറ്റോപ്ലാസ്മിക് കണക്ഷനെ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസ്മിക് കണക്ഷനെ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയും. സെൽവാളിന് തൊട്ടുള്ളിലായതുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ സ്തരം കാണാം. പ്ലാസ്മ മെംബ്രെയിൻ പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് കൊണ്ടാണ്. ചെറിയ അളവിൽ കാർബോഹൈഡ്രേറ്റുകളും കാണാം. ഓരോ ലിപ്പിഡ് മോളിക്യൂളിനും ഒരു ഹെഡും രണ്ട് ടെയിൽസും ഉണ്ട്. ലിപ്പിഡ് മോളിക്യൂൾസ് ബൈലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, രണ്ട് ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെംബ്രെയിൻ പ്രോട്ടീൻസ് രണ്ട് തരത്തിലുണ്ട്. പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്. പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് സർഫസിലായിട്ട് കാണും ലിപ്പിഡ് ബൈലെയറിൻ്റെ. അതേസമയം ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ ലിപ്പിഡ് ബൈലെയറിൽ പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ മൂടപ്പെട്ട് കാണും. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത രണ്ട് സയൻറ്റിസ്റ്റുകളാണ് സിംഗർ, നിക്കോൾസൺ എന്നിവർ. ഇവർ പ്രപ്പോസ് ചെയ്ത മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രകാരം പ്ലാസ്മ മെംബ്രെയിന് ക്വാസി ഫ്ലൂയിഡാണ്. ഈ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ മെംബ്രെയിൻ പ്രോട്ടീൻസിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റിന് സാധ്യമാക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുറമായിട്ട് സെൽവാളിനുള്ളിലായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിനുള്ളിലുള്ള മൊത്തം കണ്ടന്റിനെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു. പ്രോട്ടോപ്ലാസത്തെ നമുക്ക് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, സൈറ്റോപ്ലാസം എന്നും ന്യൂക്ലിയസ് എന്നും. ആദ്യമായിട്ട് നമുക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് പോകാം. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആയിട്ടുള്ള കൊഴുത്ത ദ്രവം പോലെയുള്ള ഒരു ഭാഗമാണ്. അതിൽ ബയോമോളിക്യൂൾസ് കാണാം, സെൽ ഓർഗനൽസ് കാണാം. ബയോമോളിക്യൂൾസ് പ്രധാനമായിട്ടും ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവും, ഇനോർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓർഗാനിക് മോളിക്യൂൾസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് പോലെയുള്ളവ. ഇനോർഗാനിക് മോളിക്യൂൾസ് പ്രധാനമായിട്ടും വെള്ളമാണെന്ന്, വാട്ടർ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മിനറൽസ്. ദെൻ സൈറ്റോപ്ലാസത്തിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരു കമ്പോണൻ്റ് ആണ് സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള സെൽ ഓർഗനൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, ലൈസോസോം, റൈബോസോം, വാക്യൂൾസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് പോലെയുള്ളവ. ഇതിൽ ചില സെൽ ഓർഗനൽസ് അവ ഫങ്ഷണലി കോർഡിനേറ്റഡ് ആണ്, സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവയെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സെൽ ഓർഗനൽസിനെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയും. പ്രധാനമായിട്ടും 4 സെൽ ഓർഗനൽസ് ആണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നത്. ഒന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മറ്റൊന്ന് ഗോൾജി കോംപ്ലക്സ്, മറ്റൊന്ന് ലൈസോസോം ആൻഡ് ദെൻ വാക്യൂൾസ് അഥവാ ഫേനം. എൻഡോമെംബ്രെയിൻ സിസ്റ്റം ഇറ്റ് ഇൻക്ലൂഡ്സ് സെൽ ഓർഗനൽസ് വിച്ച് ആർ കൺസിഡർഡ് ടുഗദർ ആൻഡ് ഹൂസ് ഫങ്ഷൻസ് ആർ കോർഡിനേറ്റഡ്. ഒരുമിച്ച് പരിഗണിക്കുന്ന ഫങ്ഷൻസ് പരസ്പരം കോർഡിനേറ്റഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസിനെയാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. Endomembrane system include endoplasmic reticulum, Golgi complex, lysosome, vacuoles. Endoplasmic reticulum അഥവാ അന്തർദ്രവ്യ ജാലിക, ഗോൾജി കോംപ്ലക്സ്, ഗോൾജി വസ്തുക്കൾ, ലൈസോസോം, വാക്യൂൾസ് അഥവാ ഫേനം എന്നിവ ഉൾപ്പെട്ടതാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഇനി ഇതിൽ ഓരോന്നിലേക്കായിട്ട് പോകാം. ഫസ്റ്റ് വൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അന്തർദ്രവ്യ ജാലിക എന്നും പറയും. റെറ്റിക്കുലം അല്ലെങ്കിൽ ജാലിക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് സെല്ലിനുള്ളിൽ ഒരു നെറ്റ്വർക്ക് പോലെ, ഒരു ജാലിക പോലെ കാണാം. മെംബ്രെയിൻസ് ഒരു നെറ്റ്വർക്ക് പോലെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. മെംബ്രെയിൻസ് മടങ്ങിക്കിടക്കുകയാണ്.
ഒരു നെറ്റ്വർക്ക് പോലെ ലെയേർഡായിട്ട് കാണുകയാണ്. ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തൊക്കെ കാണാറുണ്ട്. അപ്പോൾ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന ഇത്തരത്തിലുള്ള മെംബ്രെയിൻസിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സൈറ്റോപ്ലാസത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ലൂമിനൽ എന്നും എക്സ്ട്രാ ലൂമിനൽ എന്നും. ലൂമിനൽ എന്ന് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഈ ഉൾഭാഗത്തെയാണ് ലൂമിനൽ എന്ന് പറയുന്നത്. എക്സ്ട്രാ ലൂമിനൽ എന്ന് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പുറംഭാഗം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സൈറ്റോപ്ലാസത്തിൻ്റെ ഭാഗങ്ങളെയാണ് എക്സ്ട്രാ ലൂമിനൽ എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ട് തരത്തിലുണ്ട്. ചില എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മുകളിൽ റൈബോസോമുകൾ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ റൈബോസോം കാണുന്നുണ്ട്. ഈ അറ്റാച്ച് ചെയ്ത് കാണുന്നത് റൈബോസോമാണ്. ഇത്തരത്തിലുള്ള റൈബോസോമോട് കൂടിയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നു. അതേസമയം റൈബോസോം ഇല്ലാത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് അപ്പിയർ ചെയ്യും. ഇവയെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. റൈബോസോം ഉണ്ടെങ്കിൽ അത് റഫായിട്ട് അപ്പിയർ ചെയ്യും, അതുകൊണ്ട് അതിന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. ഇനി റൈബോസോമിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ദേ ആർ ദ സൈറ്റ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും എന്ത് നടക്കും? പ്രോട്ടീൻ സിന്തസിസ് നടക്കും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, ദേ ആർ ഓൾസോ സൈറ്റ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ ലിപ്പിഡ് സിന്തസിസിൽ ഇൻവോൾവ് ആണ്. ദേ ആർ സൈറ്റ്സ് ഓഫ് ലിപ്പിഡ് സിന്തസിസ്. ലിപ്പിഡ് പോലെയുള്ള സ്റ്റീറോയിഡ് ഹോർമോണുകളുടെയൊക്കെ നിർമ്മാണ കേന്ദ്രമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സ്മോൾ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ഇൻ ദ സൈറ്റോപ്ലാസം. കോശദ്രവ്യത്തിലെ ചെറിയ ട്യൂബ് പോലെയുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ്, ഒരു ജാലികയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് ഡിവൈഡ്സ് ദ ഇൻട്രാസെല്ലുലാർ സ്പേസ് ഇൻ ടു ടു ഡിസ്റ്റിങ്ക്റ്റ് കമ്പാർട്ട്മെന്റ്സ്. അത് സെല്ലിനുള്ളിലുള്ള സ്ഥലത്തെ രണ്ടറകളായിട്ട് വിഭജിക്കുന്നു, ലൂമിനൽ എന്നും എക്സ്ട്രാ ലൂമിനൽ എന്നും. ലൂമിനൽ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഉൾഭാഗം. എക്സ്ട്രാ ലൂമിനൽ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം, കോശദ്രവ്യം. ദർ ആർ ടു ടൈപ്സ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. രണ്ട് തരത്തിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ RER ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം SCR. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ RER. It is endoplasmic reticulum having ribosomes on their surface. ഉപരിതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നു. RER is seen in the cells which are actively involved in protein synthesis and secretion. പ്രോട്ടീൻ സിന്തസിലും സെക്രീഷനിലൊക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സെല്ലുകളിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായിട്ടും കാണുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കണ്ടിന്യൂസ് വിത്ത് ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ മർമ്മത്തിൻ്റെ ഔട്ടർ മെംബ്രെയിനുമായിട്ട് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നു, അറ്റാച്ച് ചെയ്ത് കാണുന്നു. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ SCR. It is endoplasmic reticulum without ribosomes on their surface which appears smooth. ഉപരിതലത്തിൽ റൈബോസോംസ് ഇല്ലാത്ത സ്മൂത്ത് ആയി കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ദ മേജർ സൈറ്റ് ഓഫ് ലിപ്പിഡ് സിന്തസിസ്. ലിപ്പിഡുകളുടെ നിർമ്മാണ കേന്ദ്രമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇൻ അനിമൽ സെൽസ്, ജന്തുകോശങ്ങളിൽ ലിപ്പിഡ് ലൈക്ക് സ്റ്റീറോയിഡ് ഹോർമോൺസ് ആർ സിന്തസൈസ്ഡ് ഇൻ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ലിപ്പിഡ് പോലെയുള്ള സ്റ്റീറോയിഡ് ഹോർമോണുകൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ഇത്രയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച്. അപ്പോൾ നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 4 സെൽ ഓർഗൻസ് ആണുള്ളത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോം, റൈബോസോം. അതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ ഗോൾജി അപ്പാരറ്റസ്. ഇവയിൽ ധാരാളം പരന്നിട്ടുള്ള ഡിസ്ക് ആകൃതിയിലുള്ള അറകളാണ്, സഞ്ചികളാണ് ധാരാളമായിട്ട് കാണുന്നത്. ഇവ കോൺസെൻട്രിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള പരന്ന ഡിസ്കിൻ്റെ ആകൃതിയിലുള്ള ധാരാളം സഞ്ചികൾ
അറകൾ കോൺസെൻട്രിക് ആയിട്ട് വലയങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ വലയങ്ങളായി ക്രമീകരിച്ചത് കൊണ്ട് തന്നെ ഇവയ്ക്കൊരു കോൺവെക്സ് സൈഡും ഒരു കോൺകേവ് സൈഡും ഉണ്ട്. ഒരു കോൺകേവ് സൈഡും ഉണ്ട്, ഒരു കോൺവെക്സ് സൈഡും ഉണ്ട്. ഈ കോൺകേവ് സൈഡിനെ ട്രാൻസ് ഫേസ് എന്ന് പറയും, കോൺവെക്സ് സൈഡിന് സിസ് ഫേസ് എന്ന് പറയും. ഇനി ഇവയിൽ 3 ടൈപ്പ് സ്ട്രക്ചേഴ്സ് കാണാം. സിസ്റ്റേണ അല്ലെങ്കിൽ ലാമല്ലെ, ട്യൂബ്യൂൾസ്, വെസിക്കിൾസ് എന്നിങ്ങനെ. ഈ സ്ട്രക്ചേഴ്സിനെയാണ്, ഇത്തരത്തിലുള്ള ലെയേർഡ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ലാമല്ലെ എന്ന് പറയുന്നത്. ലാമല്ലെ അല്ലെങ്കിൽ സിസ്റ്റേണ എന്ന് പറയുന്നത്. അതേസമയം സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സിന് വെസിക്കിൾസ് എന്ന് പറയും. ഇത്തരത്തിൽ ട്യൂബ് പോലെയുള്ളവയെ ട്യൂബ്യൂൾസ് എന്ന് പറയും. ഗോൾജി അപ്പാറ്റസിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രമാണ്. സിസ്റ്റേണകളാണ് ഈ കാണുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ കാമിലോ ഗോൾജി. കാമിലോ ഗോൾജി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത്. അതുകൊണ്ട് തന്നെയാണ് പേര് ഗോൾജി കോംപ്ലക്സ് എന്ന്. ദേ കൺസിസ്റ്റ് ഓഫ് മെനി ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ്. അവയിൽ ധാരാളം പരന്നിട്ടുള്ള ഡിസ്ക് ആകൃതിയിലുള്ള സഞ്ചികളുണ്ട്. ഓർ സിസ്റ്റേണ, അവയ്ക്ക് പറയുന്ന പേരാണ് സിസ്റ്റേണ ഓഫ് 0.5 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ ഡയമീറ്റർ. അതിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെയാണ്. സിസ്റ്റേണ ആർ സ്റ്റാക്ക്ഡ് പാരലൽ ടു ഈച്ച് അതർ. സിസ്റ്റേണകൾ പരസ്പരം സമാന്തരമായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. They are arranged concentrically with distinct convex or cis or forming phase and concave trans or maturing phase. അവ വലയങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് വ്യക്തമായിട്ടുള്ള കോൺവെക്സ് സൈഡ് ഉണ്ട്, അതിന് സിസ് ഫേസ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് എന്ന് പറയും. കോൺകേവ് ഫേസ് ഉണ്ട്, അതിനെ ട്രാൻസ് ഫേസ് അല്ലെങ്കിൽ മെച്ചുറിംഗ് ഫേസ് എന്ന് പറയും. ഇനി ഇവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽസ് ടു ബി സെക്രീറ്റഡ് ഐദർ ഇൻ ടു ദ സെൽ ഓർ ഔട്ട്സൈഡ് ദ സെൽ. സെല്ലിനുള്ളിലേക്കോ പുറത്തേക്കോ സെക്രീറ്റ് ചെയ്യപ്പെടേണ്ട, സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട സബ്സ്റ്റൻസുകളൊക്കെ പാക്കേജ് ചെയ്തുകൊണ്ട് വെസിക്കിൾ രൂപത്തിലാക്കി മാറ്റുന്നു. ഇപ്പോൾ വെസിക്കിൾ രൂപത്തിൽ പാക്ക് ചെയ്യേണ്ട മെറ്റീരിയൽസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെ വരുന്നു. അങ്ങനെ ഗോൾജി അപ്പാറ്റസിലെ ഈ സിസ് ഫേസിലൂടെ ഗോൾജി അപ്പാറ്റസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ അവ വെസിക്കിൾ രൂപത്തിലായി മാറി ട്രാൻസ് ഫേസിലൂടെ പുറത്തേക്ക് വരും. പത്രത്തിൽ പുറത്തേക്ക് വന്ന ഒരു സെക്രീറ്ററി വെസിക്കിളാണ് ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള വെസിക്കിൾസ് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾജി അപ്പാറ്റസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലുമായിട്ട് ഫങ്ഷണലി ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. ഇവയുടെ മറ്റൊരു ഫംഗ്ഷനാണ് ഇവ ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെയും ഗ്ലൈക്കോ പ്രോട്ടീൻസിൻ്റെയും നിർമ്മാണ കേന്ദ്രങ്ങളാണ്. മെയിൻ ഫംഗ്ഷൻ, പ്രധാന ജോലി, പ്രധാന ധർമ്മം, പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽസ് ടു ബി സെക്രീറ്റഡ് ഐദർ ഇൻ ടു ദ സെൽ ഓർ ഔട്ട്സൈഡ് ദ സെൽ. സെല്ലിനുള്ളിലേക്കോ പുറത്തേക്കോ സെക്രീറ്റ് ചെയ്യപ്പെടേണ്ട മെറ്റീരിയൽസിൻ്റെ പാക്കേജിംഗ്. മെറ്റീരിയൽസ് ടു ബി പാക്ഡ് ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ് ഫ്രം ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വരുന്ന വെസിക്കിൾ രൂപത്തിൽ പാക്ക് ചെയ്യേണ്ട മെറ്റീരിയൽസ് ഫ്യൂസ് വിത്ത് ദി സിസ് ഫേസ്, സിസ് ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ആൻഡ് മൂവ്സ് ടുവാർഡ്സ് ദി ട്രാൻസ് ഫേസിലേക്ക് മൂവ് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. സോ ഗോൾജി അപ്പാറ്റസ് റിമെയിൻസ് ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുകൊണ്ട് ഗോൾജി അപ്പാറ്റസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ട് ക്ലോസ് അസോസിയേഷനിൽ കാണപ്പെടുന്നു. മറ്റൊരു ഫംഗ്ഷൻ, ഗോൾജി അപ്പാറ്റസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോ പ്രോട്ടീൻസിൻ്റെയും ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെയും പ്രധാനപ്പെട്ട നിർമ്മാണ കേന്ദ്രമാണ് ഗോൾജി അപ്പാറ്റസ്. അപ്പോൾ ഇത്രയുമാണ് ഗോൾജി അപ്പാറ്റസിനെ കുറിച്ച്. ദെൻ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്ന മറ്റൊരു വിഭാഗം സെൽ ഓർഗനിലാണ് ലൈസോസോംസ്. ലൈസോസോംസ് എന്ന് പറഞ്ഞാൽ ഗോൾജി അപ്പാറ്റസിലുള്ള പാക്കേജിങ്ങിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട വെസിക്കിൾസ് ആണ് യഥാർത്ഥത്തിൽ ലൈസോസോംസ്. അപ്പോൾ ലൈസോസോംസിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ കാണാം. നമ്മുടെ പ്ലാസ് മെംബ്രെയിൻ പോലെയൊക്കെയുള്ള സെൽ മെംബ്രെയിൻ പോലെയുള്ള ഒരു മെംബ്രെയിൻ കാണാം. ഫ്ലൂയിഡ് മൊസൈക്ക് ഓർഗനൈസേഷനോട് കൂടിയിട്ടുള്ള ഒരു മെംബ്രെയിൻ. അതിനുള്ളിൽ ധാരാളം ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് കാണാം. ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളൈസിസിന് സഹായിക്കുന്ന എന്ന് പറഞ്ഞാൽ വലിയ മോളിക്യൂൾസിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്ന, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ഇവയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിവുള്ള എൻസൈമുകൾ കാണാം.
കാർബോഹൈഡ്രേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നവയെ കാർബോഹൈഡ്രേസസ് എന്ന് പറയാം. പ്രോട്ടീൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈം പ്രോട്ടിയേസസ് എന്ന് പറയും. ലിപ്പിഡുകളെ സ്പ്ലിറ്റ് ചെയ്യുന്നവയെ ലിപ്പേസസ് എന്ന് പറയും. ഈ എൻസൈമുകൾ അസിഡിക് പി എച്ചിലാണ് ആക്റ്റീവായിട്ടുള്ളത്. നോർമൽ പി എച്ച് നിങ്ങൾക്കറിയാം 7 ആണെന്ന്. അസിഡിക് പി എച്ച് എന്ന് പറഞ്ഞാൽ 7ലും കുറവായിട്ടുള്ള പി എച്ച് വാല്യൂവിനെയാണ് അസിഡിക് പി എച്ച് എന്ന് പറയുന്നത്. ലൈസോസോംസ്, they are membrane bound vesicular structures formed by the process of packaging in Golgi apparatus. ഗോൾജി അപ്പാറ്റസിലെ പാക്കേജിങ്ങിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള മെംബ്രെയിൻ ആവരണത്തോടു കൂടിയ വെസിക്കുലാർ സ്ട്രക്ചേഴ്സിനെയാണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. ദേ ആർ റിച്ച് ഇൻ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. അവയിൽ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് സമ്പുഷ്ടമാണ്. ഹൈഡ്രോലൈറ്റിക് എൻസൈംസിന് എക്സാമ്പിൾസ് ആണ് ലിപ്പേസസ്, പ്രോട്ടിയേസസ്, കാർബോഹൈഡ്രേസസ് which are active at the acidic pH. അവ acidic pHലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. These enzymes digest carbohydrates, proteins, lipids and nucleic acids. ഈ എൻസൈമുകൾ, ഈ രാസാഗ്നികൾ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അതായത് കാർബോഹൈഡ്രേസസ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റുകളെ, പ്രോട്ടീസുകളാണെങ്കിൽ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യും, ലിപ്പേസസ് ആണെങ്കിൽ ലിപ്പിഡുകളെ ഡൈജസ്റ്റ് ചെയ്യും, ന്യൂക്ലിയേസസ് ആണെങ്കിൽ ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ലൈസോസോംസ്. നൗ വി ക്യാൻ സീ വാക്യൂൾസ്. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിലെ മറ്റൊരു സെൽ ഓർഗനിലാണ് വാക്യൂൾസ്. വാക്യൂൾസ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ആവരണത്തോടു കൂടിയ അറകളെയാണ് വാക്യൂൾസ് എന്ന് പറയുന്നത്. മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ആണ്. ഇതിനുള്ളിൽ വാട്ടർ, അതുപോലെ തന്നെ സാപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടറും മിനറൽസും പാടെ കൂടിയിട്ടുള്ള സൊല്യൂഷനെയാണ് സാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് കാണാം, വിസർജ്യ വസ്തുക്കൾ. അതുപോലെ തന്നെ സെല്ലിന് ആവശ്യമില്ലാത്ത മറ്റുള്ള സബ്സ്റ്റൻസുകളൊക്കെ കാണാം. വാക്യൂളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ മെംബ്രെയിൻ കാണാം. ഇതിനെ ടോണോപ്ലാസ്റ്റ് എന്ന് പറയും. ടോണോപ്ലാസ്റ്റ്. വാക്യൂളിന് മലയാളത്തിൽ ഫേനം എന്ന് പറയും. ഇനി ഒരു പ്ലാന്റ് സെല്ലിന്റെ മേജർ ഭാഗവും ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ വാക്യൂൾസ് കൊണ്ടാണ്. അതേസമയം ആനിമൽ സെല്ലിൽ സാധാരണഗതിയിൽ വലിയ വാക്യൂൾസ് കാണാറില്ല. ഇനി അവയിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ വാക്യൂൾസേ കാണുള്ളൂ. അമീബ പോലെയുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസിലൊക്കെ ഫുഡ് വാക്യൂൾസും അതുപോലെ തന്നെ കോൺട്രാക്റ്റൈൽ വാക്യൂൾസ്, സങ്കോച ഫേനങ്ങളൊക്കെ കാണാം. ഗ്യാസ് വാക്യൂൾസ് ഒക്കെ കാണാറുണ്ട്. വാക്യൂൾസ്, it is a membrane bound space found in the cytoplasm. കോശദ്രവ്യത്തിൽ കാണുന്ന മെംബ്രെയിൻ ആവരണത്തോടു കൂടിയ അറകളെയാണ്, സ്ഥലത്തെയാണ് വാക്യൂൾസ് അഥവാ ഫേനങ്ങൾ എന്ന് പറയുന്നത്. It contains water, sap, excretory product and other materials not useful for the cell. അതിൽ വെള്ളം, സാപ്പ്, അതുപോലെ വിസർജ്യ വസ്തുക്കൾ, സെല്ലിന് ആവശ്യമില്ലാത്ത മറ്റു വസ്തുക്കളൊക്കെ അടങ്ങിയിരിക്കുന്നു. Vacuole is covered by a single membrane called tonoplast. വാക്യൂളിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ മെംബ്രെയിൻ കാണാം. അതിന് പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. ഓക്കെ, അത്രയുമാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തെ കുറിച്ച്. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തെ കുറിച്ചാണ്. ചില സെൽ ഓർഗനൽസ് അവ ഫങ്ഷണലി കോർഡിനേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവയെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവയാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 4 സെൽ ഓർഗനൽസ് ആണുള്ളത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, വാക്യൂൾസ് എന്നിങ്ങനെ. ഫസ്റ്റ് വൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സെല്ല് കാണുന്ന ചെറിയ ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന്റെ നെറ്റ്വർക്കിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 തരത്തിലുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ അവയുടെ സർഫസിൽ റൈബോസോംസ് കാണാം. അതുകൊണ്ട് തന്നെ അവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ആർ ദ സൈറ്റ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ അവയുടെ സർഫസിൽ റൈബോസോംസ് കാണപ്പെടില്ല. അതുകൊണ്ട് തന്നെ അവ സ്മൂത്ത് ആയിട്ട് അപ്പിയർ ചെയ്യും. ഇവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ആർ ദ സൈറ്റ്സ് ഓഫ് ലിപ്പിഡ് സിന്തസിസ്. ലിപ്പിഡുകളുടെ നിർമ്മാണ കേന്ദ്രമാണ്. ജന്തുകോശങ്ങളിൽ ലിപ്പിഡ് പോലെയുള്ള സ്റ്റീറോയിഡ് ഹോർമോണുകളുടെ നിർമ്മാണ കേന്ദ്രമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മറ്റൊരു സെൽ ഓർഗനിലാണ് ഗോൾജി അപ്പാറ്റസ്. കാമിലോ ഗോൾജി എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് പേര് ഗോൾജി അപ്പാറ്റസ് എന്നും. സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന പരന്നിട്ടുള്ള ഡിസ്ക് ആകൃതിയിലുള്ള സാക്സ് ആണ് ഇവ. ഇവയെ സിസ്റ്റേണ എന്ന് പറയും. ഇവ പരസ്പരം പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവയ്ക്ക് ഒരു കോൺകേവ് സൈഡും ഒരു കോൺവെക്സ് സൈഡും ഉണ്ട്. കോൺവെക്സ് സൈഡിനെ സിസ് ഫേസ് എന്നും കോൺകേവ് സൈഡിനെ
ട്രാൻസ്ഫേസ് എന്നും പറയും. ഇവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽസ് ടു ബി സെക്രീറ്റഡ്. സെക്രീറ്റ് ചെയ്യപ്പെടേണ്ട സബ്സ്റ്റൻസുകളെ പാക്ക് ചെയ്തുകൊണ്ട് ഒരു വെസിക്കിൾ രൂപത്തിലാക്കി മാറ്റുക എന്നുള്ളതാണ്. മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവ ഗ്ലൈക്കോ പ്രോട്ടീൻസിൻ്റെയും ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെയും നിർമ്മാണ കേന്ദ്രമാണ്. ലൈസോസോംസ് ഗോൾജി അപ്പാറ്റസിൽ നിന്നും പാക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള എൻസൈംസ് അടങ്ങിയിട്ടുള്ള അറകളെയാണ്, വെസിക്കിൾസിനെയാണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ ധാരാളം ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് കാണാം, കാർബോഹൈഡ്രേസസ്, ലിപ്പേസസ്, പ്രോട്ടിയേസസ് പോലെയുള്ളവ. വാക്യൂൾസ് മെംബ്രെയിൻ ബോണ്ട് ആയിട്ടുള്ള സ്പേസിനെയാണ് വാക്യൂൾസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ വാട്ടർ, സാപ്പ്, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്, മറ്റ് സെല്ലിന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കാണാം. വാക്യൂളിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ മെംബ്രെയിൻ കാണാം, അതിനെ ടോണോപ്ലാസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നന്നായി പഠിക്കുക. താങ്ക് യു.